അവർ മലയാളത്തിൽ നിന്ന് വന്ന നടിയല്ലേ, അവർ മരത്തിന് മറവിൽ നിന്ന് ഡ്രസ് മാറിക്കോളും. അമിതാഭ് ബച്ചൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ ഉണ്ടായ ഒരിക്കലും മറക്കാത്ത അനുഭവം പങ്കുവെക്കുകയാണ് നടിയും നർത്തകിയുമായ ശോഭന. 90കളിൽ കബി കബി എന്ന ഗാനത്തിൻ്റെ ഒരു ആൽബം ഷൂട്ടിൽ ഉണ്ടായ മലയാളികളെ മതിക്കാത്ത ഒരനുഭവമാണ് ശോഭന ഇവിടെ പങ്കുവെക്കുന്നത്. അമിതാഭ് ബച്ചനൊപ്പം ഒരു ഗാനരംഗത്തിൽ അഭിനയിക്കുകയായിരുന്നു. അഹമ്മദാബാദിലായിരുന്നു ഷൂട്ട്. ഒരുപാട് പേർ അത് കാണാൻ തടിച്ചുകൂടിയിരിക്കുന്നു. ആ ഗാനരംഗത്ത് ഇടയ്ക്കിടെ കോസ്റ്റ്യൂം മാറി മാറി ധരിക്കേണ്ടിയിരുന്നു. വസ്ത്രം മാറുന്ന സമയത്ത് ശോഭന ചോദിച്ചു, എൻ്റെ കാരവൻ എവിടെയെന്ന്. അന്നത്തെ കാലത്ത് കാരവൻ അങ്ങനെ എല്ലാവർക്കും കോമണായി കൊടുക്കുകയില്ല. ബച്ചൻ സാറിന് കാരവൻ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രൊഡക്ഷനിൽ ഉണ്ടായിരുന്ന ആരോ ഒരാൾ പറഞ്ഞു, ആഹാ, അവർ മലയാള സിനിമയിൽ നിന്ന് വന്ന നടിയല്ലേ, അവരെല്ലാം എന്തും അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്, അവരോട് ഏതെങ്കിലും മരത്തിൻ്റെ മറവിൽ ചെന്ന് വസ്ത്രം മാറാൻ പറയൂ എന്ന്. ഇതാണ് അക്കാലത്ത് മലയാള നടീനടന്മാരോടുള്ള ഹിന്ദി സിനിമാക്കാരുടെ മനോഭാവം. ഈ പറയുന്നതെല്ലാം അമിതാഭ് ബച്ചൻ സാർ വാക്കി ടോക്കിയിലൂടെ കേൾക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഉടനെ പുറത്തു വന്ന് ആരാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. അതിനുശേഷം അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ കാരവനിലേക്ക് ക്ഷണിക്കുകയും അവിടെ നിന്ന് വസ്ത്രം മാറാൻ പറയുകയും ചെയ്തു. ഞാൻ വസ്ത്രം മാറുന്ന ആ സമയം അത്രയും അദ്ദേഹം എനിക്ക് വേണ്ടി കാരവനിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്തു. കൂടെ ജോലി ചെയ്യുന്നവരെ വളരെയധികം പരിഗണിക്കുന്ന സൂപ്പർ സ്റ്റാറാണ് അമിതാഭ് ബച്ചൻ എന്ന് ശോഭന പറയുന്നു. അതുമാത്രമല്ല, ഇതുവരെ കൂടെ വർക്ക് ചെയ്തവരിൽ ഏറ്റവും എളിമയുള്ള ആർട്ടിസ്റ്റും അമിതാഭ് ബച്ചനാണെന്ന് ശോഭന പറയുന്നു. ഇന്ന് മലയാള സിനിമാ മേഖലയോട് ഹിന്ദി സിനിമാക്കാർക്ക് ആ നിലപാടെല്ലാം നല്ലവണ്ണം മാറിക്കഴിഞ്ഞു. ഒരു കഥയുമില്ലാത്ത ഹിന്ദി സിനിമാ ലോകം ഇന്ന് മലയാള സിനിമയെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഇവിടെ നിന്നുള്ള സിനിമകൾ അവിടെ റീമേക്ക് ചെയ്ത് വിജയിപ്പിക്കുന്നു. ചുരുക്കത്തിൽ മലയാള സിനിമ ഇന്ത്യൻ സിനിമയുടെ മുഖമുദ്രയാകുന്ന കാലം വിദൂരമല്ല എന്നാണ് GPS മീഡിയയുടെ അഭിപ്രായം.